യേശുവേ, എനിക്കെല്ലാം യേശുവേ, അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. യേശുവേ, എനിക്കെല്ലാം യേശുവേ, അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തയല്ല ഞാൻ. നാഥനും സഹായകനും സ്നേഹിതനും ഇടയനും നേർവഴി നടത്തിയിടുന്ന നായകൻ എൻ പാലകൻ. നാഥനും സഹായകനും സ്നേഹിതനും ഇടയനും നേർവഴി നടത്തിയിടുന്ന നായകൻ എൻ പാലകൻ. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല ഞാൻ. എല്ലാം യേശുവേ, എനിക്കെല്ലാം യേശുവേ, അങ്ങൊഴികെ മറ്റൊന്നിലും തൃപ്തനല്ല. കരങ്ങളെ യാചനാപൂർവം പിടിച്ചു ആരാധന, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ആരാധന, ആരാധന, എല്ലാവരും ചേർന്ന് പാടി. ആരാധന, 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 ആരാധന. എല്ലാവരും ഹൃദയം തുറന്ന് ഓ ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എല്ലാം യേശുവേ, അങ്ങാണ് ഞങ്ങൾക്ക് ആരാധന. ശരീരം മനസ്സും പൂർണ്ണമായി സമർപ്പിച്ചു. അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങൾ പൊതിയണമേ. ഈ സമയം അങ്ങാണ് ഞങ്ങളുടെ ഏകാശ്രയം. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരാണ് എനിക്കെതിരെ നിൽക്കുക? കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ നന്ദി പറയുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ജീവിക്കുന്ന ദൈവമേ, ഈ പ്രഭാതത്തില്, ഈ പ്രദോഷത്തില്, ഈ രാത്രി യാമങ്ങളില് ഞങ്ങളോട് കൂടെ വസിക്കുന്നവരെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ ആരാധന. ചേർന്ന് പാടി ആരാധിക്കാം നമുക്ക്. യേശുവേ ആരാധന. നമ്മെ സ്നേഹിക്കുന്ന ഈശോയെ കണ്ട് പാടാം. യേശുവേ ആരാധന. നമ്മെ കൂടെ വസിക്കുന്നവനെ ഓർത്ത് പാടാം. യേശുവേ ആരാധന. നമ്മെ എന്നും പരിപാലിക്കുന്നതിനെ ഓർത്ത് പാടാം. യേശുവേ ആരാധന. നമ്മളെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് പാടാം. യേശുവേ ആരാധന. നമുക്ക് ജീവൻ നൽകുന്നതിനെ ഓർത്ത് പാടാം. യേശുവേ ആരാധന. നമ്മുടെ തളർന്ന മനസ്സിന് ശക്തി നൽകുന്നതിനെ ഓർത്ത് പാടാം. യേശുവേ ആരാധന. സൗഖ്യദായകനായ യേശുവിനെ ഓർത്ത് പാടാം. യേശുവേ ആരാധന. പാപ പരിഹാരകനായ യേശുവേ. യേശുവേ ആരാധന. പാപമോചകനായ ഈശോയെ. യേശുവേ ആരാധന. വിടുതൽ നൽകുന്ന ഈശോയെ. യേശുവേ ആരാധന. ഞങ്ങളുടെ സഹനങ്ങളിൽ കൂടെ നിൽക്കുന്ന ഈശോയെ. യേശുവേ ആരാധന. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കൂടെ വസിച്ച് ഞങ്ങൾക്കെന്നും കരുതലും കാവലുമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ പക്ഷത്തെങ്കിൽ ആരാണ് ഞങ്ങൾക്കെതിരെ നിൽക്കുക? കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് എൻ്റെ കൂടെ വസിക്കുന്ന, എൻ്റെ കൂടെ ഇരിക്കുന്ന, എന്നോടൊപ്പം ആയിരിക്കുന്ന ഈശോയോട് നന്ദി പറയാം. നമുക്ക് ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. ഈ വചനത്തെയാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. വചനം ഇപ്രകാരമാണ്: ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ നമുക്ക് ആര് എതിരെ നിൽക്കും? കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആരാണ് നമുക്കെതിരെ നിൽക്കുക? ഇത് സത്യമായൊരു വചനമാണ്. കാലഘട്ടങ്ങളെ
നമ്മുടെ ഉള്ളിൽ ശക്തിപ്പെടുത്തുന്നൊരു വചനം, പ്രവാചകന്മാർ അനുഭവിച്ചറിഞ്ഞ ഒരു വചനം. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും കാലഘട്ടങ്ങളിൽ വിജയം വരിച്ചിട്ടുള്ളത് കർത്താവ് അവരുടെ പക്ഷത്തുള്ളത് കൊണ്ടാണ്. മോശ വിക്കനായിരുന്നു, കുറവുകളുടെ നടുവിലും അവനെ ശക്തിപ്പെടുത്തി പറഞ്ഞയച്ചത് ദൈവമായിരുന്നു. ജെറമിയ ബാലനായിരുന്നിട്ടും അവൻ ദൈവം കൂടെയുള്ളത് കൊണ്ട് അവന് വിജയം വരിച്ചു. പ്രവാചകന്മാർ, അപ്പസ്തോലന്മാർ, സഭയുടെ ഓരോ ഭരണാധികാരികളും കാലഘട്ടങ്ങളിൽ സഭയെ നയിച്ചത് കർത്താവ് അവരുടെ പക്ഷത്തുള്ളത് കൊണ്ടാണ്. നല്ല കുടുംബജീവിതം നയിക്കുന്നവരുടെ കൂടെ കർത്താവ് കൂടെയുള്ളതിനാൽ അവർക്കതിനേക്ക് നേരിടാനുള്ള ഒരു ആത്മീയ ശക്തി കാലഘട്ടങ്ങളിൽ കുടുംബങ്ങളിലും വ്യക്തികളിലും സമൂഹങ്ങളിലും സഭയിലും ഇന്ന് കൂടുതലായിട്ട് അനുഭവിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ വചനത്തെ നമുക്ക് ശക്തിപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ ആരാണ് എനിക്കെതിരെ നിൽക്കുക? ആർക്കും എനിക്കെതിരാവാൻ പറ്റില്ല. നമുക്കറിയാം, ലോകത്ത് മനുഷ്യന് എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ, അത് പിശാചാണ്. യഥാർത്ഥത്തിൽ കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ പിശാചിന് ഒരിക്കലും നമ്മളെ നേരിടാൻ പറ്റില്ല. അവൻ നേരിട്ടാലും അവനായിരിക്കും അവസാനം പരാജയമുണ്ടാകുക എന്ന് ദൈവവചനം നമ്മളെ സത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ വചനം ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ഏറ്റവും വലിയ ശക്തിയും സന്തോഷം നൽകുന്നൊരു വചനമാണ്. ഈ വചനം ഇന്നും നമ്മൾ പ്രഭാതങ്ങളിൽ എഴുന്നേൽക്കുമ്പോൾ ഉരുവിടേണ്ട ഒരു വചനമാണ്. കർത്താവാണ് എൻ്റെ പക്ഷത്തുള്ളത്, ആരാ എനിക്കെതിരെ നിൽക്കുക? ഏതൊരു മന്ത്രവാദി ആയിക്കോട്ടെ, ഏതൊരു തെറ്റായ രീതിയിലുള്ള നമുക്കെതിരെ വരുന്ന ശത്രു ആയിക്കോട്ടെ, അവനെതിരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കർത്താവ്, എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെല്ലാം വെച്ചിരിക്കുന്ന ആയുധങ്ങളെല്ലാം നശിച്ചു പോകും. കാരണം ദൈവത്തിൻ്റെ പക്ഷത്തെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണ് എന്നെ തോൽപ്പിക്കാൻ പറ്റുക? സ്നേഹമുള്ളവരെ, ഇത് സ്നേഹത്തോടെ അറിയേണ്ട ഒരു വചനമാണ്. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1-2 തിരുവചനങ്ങളിൽ ഇസ്രായേൽ ജനം തിരിച്ചു വന്നപ്പോൾ, കർത്താവിൻ്റെ പക്ഷത്ത് നിന്നപ്പോൾ അവർക്ക് കിട്ടിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട. നിനക്ക് രൂപം തന്ന ദൈവം നിന്നോട് പറയാ, നീ ഭയപ്പെടേണ്ട. എൻ്റെ വചനം പറയാ, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നേ. നീ എന്തിനാ തകരണേ? നീ എന്തിനെ തളരണേ? ആരെല്ലാം നിനക്കെതിരെ നിന്നാലും നിൻ്റെ ദൈവം നിനക്കൊരിക്കലും എതിര് നിൽക്കുകയില്ല. നിൻ്റെ ദൈവം നിൻ്റെ പക്ഷത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണെന്ന് തിരിച്ചറിയുക. ഇസ്രായേൽ ജനത്തോട് പറയുക, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നില്ലേ? നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മൂടിക്കളയാതിരിക്കാൻ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. കാരണം നീ എൻ്റെ കരങ്ങളിലാണ്. ഞാൻ നിനക്ക് മുകളിലും താഴെയും മുന്നിലും പുറകിലും ഉണ്ട്. നീ തിരിച്ചറിയുക. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, പ്രതിസന്ധികൾ എത്ര വന്നാലും ദൈവം മനുഷ്യനെ കൈവിട്ടിട്ടില്ല. ഓരോ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും ഓരോ ശുശ്രൂഷകളിലൂടെ, പ്രാർത്ഥനയിലൂടെ, അതുപോലെ തന്നെ വ്യക്തികളിലൂടെ നമ്മളെ കാക്കാൻ ദൈവം നമ്മുടെ വീടിൻ്റെ കട്ടിലപ്പടിയിൽ വന്ന് മുട്ടി വിളിച്ചിട്ടില്ലേ? അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. സഭയുടെ ജീവിതത്തിലും തകർച്ചകൾ വന്ന കാലഘട്ടത്തിൽ ഓരോ വിശുദ്ധരായവരെ ദൈവം സഭയിൽ കൊണ്ടുവന്ന് സഭയെ നവീകരിച്ചിട്ടുണ്ട്. യുവജനങ്ങൾ നശിക്കാൻ തുടങ്ങിയപ്പോൾ ഒത്തിരി യുവജനങ്ങളായിട്ടുള്ള വിശുദ്ധരെ ദൈവം സഭയിൽ കൊണ്ടുവന്ന് വിശുദ്ധിയിൽ ജീവിക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആരാണ് നമുക്കെതിരെ നിൽക്കുക? സങ്കീർത്തനം 23:4 നമ്മൾ പലപ്പോഴും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ്. ഈ വചനത്തിൻ്റെ ആഴം നമ്മളെ പഠിപ്പിക്കുക. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിൽ അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേൽക്കുന്നു. എന്താണ് കർത്താവിൻ്റെ ഊന്നുവടി? ഊന്നുവടി കുരിശിനെയാണ് അഭിമുഖം. ദാവീദ് അന്ന് പറഞ്ഞ ഊന്നുവടി കാൽവരിയിലെ കുരിശാണ്. കർത്താവ് നമ്മുടെ പക്ഷത്താകാൻ വേണ്ടിയിട്ടല്ലേ മനുഷ്യനായിട്ട് അവതരിച്ചത്? അങ്ങനെ കാൽവരിയിൽ സഹനത്തിൻ്റെ പൂർണ്ണതയിൽ ആ കാൽവരിയിലെ കുരിശ് കിടന്നില്ലേ? അപമാനത്തിൻ്റെ അടയാളത്തെ അഭിമാനത്തിൻ്റെ അടയാളമാക്കി കർത്താവ് മാറ്റിയത് അങ്ങനെയല്ലേ? അതുകൊണ്ട് കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ഊന്നുവടി നമുക്കൊരു കൃപയാണ്. മോശ ഊന്നുവടി എടുത്ത് അവരെ അധികാരത്തോടെ കൽപ്പിച്ചപ്പോൾ പിച്ചള സർപ്പത്തെ പോലും അവിടെ ഉയർത്തുന്നതായിട്ട് കാണിക്കുന്നത് അത് പുതിയ നിയമത്തിലെ ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നതാണെന്ന് ദൈവശാസ്ത്രജ്ഞന്മാരും വചന പഠനങ്ങൾ നമുക്ക് നടത്തി തരുന്ന സുവിശേഷകരും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ,
അതുപോലെ ദണ്ഡ് എന്ന് പറഞ്ഞാൽ സന്യാസ പൗരോഹിത്യ ജീവിതത്തെ, അധികാരത്തെ അവിടെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം കർത്താവ് കൂടുതൽ പക്ഷത്താകാൻ വേണ്ടി വിശുദ്ധ ബലിപീഠത്തിൽ ഒരു പുരോഹിതനിലൂടെ ബലിയർപ്പിച്ച് നമ്മുടെ അരികിലേക്ക് വരുന്നു. കുമ്പസാരം എന്ന കൂദാശയിലൂടെ നഷ്ടപ്പെട്ട ദൈവസ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കൊണ്ടുവരുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ പക്ഷത്ത് ചേരുന്ന ചില ശുശ്രൂഷകൾ, ആത്മീയ ശക്തികൾ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അതാണ് കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആരാണ് എതിരെ നിൽക്കുക. അതുകൊണ്ട് എപ്പോഴും കർത്താവിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. സങ്കീർത്തന പുസ്തകം 42-ാം അധ്യായം 1-2 തിരുവചനം പറയുന്നുണ്ട്, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. നമുക്കറിയാം ഒരു കാടിൻ്റെ ഏറ്റവും മൂലയ്ക്ക് പോയി കിടക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ഈ മാൻപേട ഈ ജലത്തിൻ്റെ മണം തേടി വരും, മണം ശ്വസിച്ച് വരുന്നതാണ്. കാരണം വെള്ളം എവിടെയുണ്ടോ വെള്ളത്തിൻ്റെ മണം ശ്വസിച്ച് ഈ നീർച്ചാല് തേടി വരുന്ന ഒരു മാൻപേടയെ പോലെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ കർത്താവിൻ്റെ പക്ഷത്തുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ഞാനും അങ്ങയുടെ സന്നിധിയിലേക്ക് വരിക. വചനം പറയുക, എൻ്റെ ഹൃദയം ദൈവത്തിന്, എൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ദൈവത്തിന് വേണ്ടി ഞാൻ ദാഹിക്കുകയാണ്. എന്നിട്ട് പറയുക, ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി, ഇന്നും എന്നും എപ്പോഴും ജീവിക്കുന്ന ഈ ദൈവത്തെ നേടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കർത്തവ്യം. എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവത്തെ അറിഞ്ഞതാണ് ഏറ്റവും വലിയ ശക്തി. സ്നേഹമുള്ളവരെ, എൻ്റെ വചനം പറയുകയാണ്, അപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിൽ അവിടത്തെ കാണാൻ കഴിയുക. ഈ മാൻപേട ദാഹജലത്തിന് വേണ്ടി കാടുകൾ ഇറങ്ങി വരും. രാത്രികൾ നമുക്കറിയാം ഈ കാടിൻ്റെ മേഖലകളിലൂടെ നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ജീവികൾ ഇറങ്ങി വരുന്നതിന്, ആനയാകട്ടെ പുലിയാകട്ടെ, ഇവർ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്ന ഇതുപോലെ നിൻ്റെ രാത്രികളിൽ, നിൻ്റെ പകലുകളിൽ ദൈവത്തിൻ്റെ ജലം തേടി വരണം. എൻ്റെ പക്ഷത്തുള്ള ദൈവത്തെ ഞാൻ രുചിച്ചറിയുന്ന ഒരു ദൈവാനുഭവത്തിലേക്ക് വരണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ നമുക്ക് ഈ സന്നിധിയിൽ, ഈ ദിവ്യകാരുണ്യ സന്നിധി, ഈ ആത്മജ്വാല ശുശ്രൂഷയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങളൊന്ന് യാചനാപൂർവ്വം പിടിക്കാം. കർത്താവേ, അങ്ങ് എൻ്റെ പക്ഷത്തുണ്ട്, അങ്ങ് എൻ്റെ അരികിൽ ഇപ്പോഴുണ്ട്, അങ്ങയുടെ സാന്നിധ്യമുണ്ട്. എല്ലാം യേശുവേ, അങ്ങാണ് എനിക്ക്. ഞാൻ ഏറ്റു പറയുകയാണ്, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ കൃപ എൻ്റെ കൂടെയുണ്ട്. കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ ആര് എനിക്കെതിരെ നിൽക്കും? സൈന്യനിര പോലെ പിശാചുക്കൾ, തിന്മയുടെ അരൂപികൾ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ, പ്രലോഭനങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുമ്പോൾ ദൈവമേ അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുണ്ട്. ആരാ ഞങ്ങൾക്കെതിരെ നിൽക്കുക? ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം അതാണ്, ഞങ്ങൾ അറിഞ്ഞ് അനുഭവിച്ച ഞങ്ങളുടെ ബോധ്യങ്ങൾ അതാണ്. കർത്താവെ, വലിയ തീഷ്ണതയോടെ നമുക്ക് ഏറ്റുചൊല്ലാം. കരങ്ങൾ യാചനാപുറം പിടിച്ച് നമ്മൾ ഏറ്റുചൊല്ലുകയാണ്, കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ എന്തിനെ കുറിച്ച് വേദനിക്കണം? കർത്താവേ, അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കരുണയും ഞങ്ങൾക്ക് ചുറ്റും മാലാഖമാരെ പോലെ കവചങ്ങളായി പരിചയായി കൂടെയുണ്ടല്ലോ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുള്ളതിനാൽ ഞങ്ങൾ ശത്രുക്കൾക്കെതിരെ പടപൊരുതുമ്പോൾ വിജയം ഞങ്ങളുടെ പക്ഷത്താണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഹൃദയഭാരങ്ങളെ അറിയുന്ന ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ തകരുകയില്ല, തളരുകയില്ല. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുള്ളതിനാൽ സാത്താനെയും അവന്റെ കുടിലതന്ത്രങ്ങളെയും തകർക്കുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് വലുത്. ഞങ്ങളുടെ സങ്കടങ്ങളിൽ, നിരാശകളിൽ, ദുഃഖ ദുരിതങ്ങളിൽ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുണ്ടെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും തകരുകയോ തളരുകയോ ഉണ്ടാവുകയില്ല. കർത്താവാണ് ഞങ്ങളുടെ പക്ഷം, കർത്താവിന്റെ സൈന്യമാണ് ഞങ്ങളുടെ സൈന്യം, കർത്താവിന്റെ രാജ്യമാണ് ഞങ്ങളുടെ രാജ്യം, കർത്താവിന്റെ മഹത്വമാണ് ഞങ്ങളുടെ മഹത്വം, കർത്താവിന്റെ പരിശുദ്ധിയാണ്
പരിശുദ്ധിയാണ്. ഞങ്ങളുടെ പരിശുദ്ധി ഞങ്ങളുടെ പരിശുദ്ധി. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെ മേല് ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ അങ്ങയുടെ അഭിഷേകമാകുന്ന അങ്ങയുടെ അഭിഷേകമാകുന്ന സാന്നിധ്യത്തിന്റെ ശക്തി സാന്നിധ്യത്തിന്റെ ശക്തി ഈ സമയം ഈ സമയം വെളിപ്പെടുത്തണമേ. വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആർക്കെനിക്കെതിരെ നിൽക്കും? കർത്താവിന്റെ പക്ഷത്തെങ്കിൽ എന്റെ കുടുംബത്തിനെതിരെ ആര് നിൽക്കും? കർത്താവിന്റെ പക്ഷത്തെങ്കിൽ എന്റെ ജീവിതത്തിൽ എങ്ങനെ തകർച്ചു വരും? കർത്താവിന്റെ പക്ഷത്തെങ്കിൽ എന്റെ മക്കൾ എങ്ങനെ വഴിതെറ്റിപ്പോകും? കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ ചിഹ്ന ഭിന്നമാക്കണമേ യേശുവേ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആമേൻ. ആരെനിക്ക് എതിരോ നിൽക്കും? ഈശോയേ, കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ചേർന്ന് പാടിയേ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരോ നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. സൈന്യനിര പോലെ, സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. ഈശോയേ, വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ഓ ഗ്ലോറി പവർ ആരെനിക്ക് എതിരോ നിൽക്കും? ഈശോയേ, കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. രണ്ട് കരങ്ങളിൽ സ്തുതിച്ച് ഹല്ലേലൂയ. കർത്താവിന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. സൈന്യനിര പോലെ കുടുംബങ്ങൾക്കെതിരെ വരുന്ന തിന്മകളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങന്റെ കൂടെയുണ്ടല്ലോ. പൗരോഹിത്യ കൂട്ടായ്മയോടെ, സഭയുടെ കൂട്ടായ്മയോടെ കർത്താവിന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്ന മക്കളെ സംരക്ഷിക്കുന്ന ദൈവിക ശക്തി ഈ പ്രഭാതത്തിൽ, ഈ പ്രദോഷങ്ങളിൽ ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ. വിശ്വസിക്കുന്ന കർത്താവേ, ആര് ഞങ്ങൾക്കെതിരെ ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞ് നിരാശ തരുമ്പോൾ നിന്നെ ആരും രക്ഷിക്കില്ല, നീ തകർന്നു പോകുന്നു പറയുമ്പോൾ ഞങ്ങൾ ചങ്കുറപ്പോടെ പറയുന്നു, കർത്താവ് ഞങ്ങളുടെ പക്ഷത്തുണ്ട്, ജീവിക്കുന്ന ദൈവം ഞങ്ങളുടെ പക്ഷത്തുണ്ട്. യേശുവേ, അങ്ങ് ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ. യേശു നാമത്തിൽ ഞങ്ങൾ മുദ്രവെക്കണമേ യേശുവേ. എല്ലാ സ്നേഹത്തിനും കരങ്ങളടിച്ച് യോഗ്യനാമൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും. വലിയ സന്തോഷത്തോടെ കരങ്ങളടിച്ച് പാടാം. സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും. കരങ്ങൾ ഈശോയെ എന്ന് വിളിച്ച് കർത്താവേ, അങ്ങയുടെ വലിയ ശക്തി നിറയ്ക്കണമേ. എല്ലാ സ്നേഹത്തിന് ഉപരിയായവനെ, സ്നേഹത്തിന്റെ ഉറവിടമായ ദൈവമേ, ഈ സമയം ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ ഞങ്ങൾ സ്മരിക്കുന്നു. കണ്ണ് തന്നവൻ, കാത് തന്നവൻ, സംസാരിക്കാൻ ശക്തി തന്നവൻ, ഞങ്ങൾക്കെല്ലാം തന്നവൻ ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന ജീവിതങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി സകല മക്കളുടെ മേലും ഈ സമയം ഒഴുകട്ടെ. സൃഷ്ടാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. മുഴു ഹൃദയത്തോടെ, സർവശക്തിയോടെ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ. വല്ല പാപത്താലേ നിന്നെ യോഗിച്ചിട വല്ലഭാനുവദിക്കരുതേ. നിന്നോട് എളിയോരേറ്റം ചെയ്യുന്നതിനു മുൻപേ നഷ്ടമാക്കിടമകിലവും ഞാൻ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും. എല്ലാവരും ചേർന്ന് പാടി. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും. സ്തുതിച്ച് കർത്താവിന്റെ സാന്നിധ്യം അനേകർക്ക് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ സമയം ദൈവിക സാന്നിധ്യം അനേകരുടെ അരികിൽ വരുന്ന വലിയൊരു അനുഭവം കൊടുക്കുന്നു. ശരീരങ്ങളിലേക്ക് ദൈവിക ശക്തി പ്രവഹിക്കുന്ന സമയം വിളിച്ച് സ്തുതിച്ച്
ആമീൻ യേശുനാഥ. ആമീൻ ആമീൻ ദൈവപുത്ര. ആമീൻ ആമീൻ സർവശക്ത നിത്യപിതാവേ. ചേർന്ന് പാടാം. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആരാധന 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 ആരാധന. സ്നേഹിക്കുന്ന ദൈവത്തിന് ആരാധന. സ്നേഹിക്കുന്ന ദൈവത്തിന് ആരാധന. സ്നേഹിക്കുന്ന ദൈവത്തിന് ആരാധന. സ്നേഹിക്കുന്ന ദൈവത്തിന് ആരാധന. കരുതുന്ന ദൈവത്തിന് ആരാധന. കരുതുന്ന ദൈവത്തിന് ആരാധന. കരുതുന്ന ദൈവത്തിന് ആരാധന. കരുതുന്ന ദൈവത്തിന് ആരാധന. സ്നേഹിക്കുന്ന ദൈവത്തിന് ആരാധന. സ്നേഹിക്കുന്ന ദൈവത്തിന് ആരാധന. സ്നേഹിക്കുന്ന ദൈവത്തിന് ആരാധന. സ്നേഹിക്കുന്ന ദൈവത്തിന് ആരാധന. കരങ്ങളുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ആരും ഞങ്ങളുടെ കൂടെയില്ലെന്ന് വിചാരിച്ച് വേദന അനുഭവിച്ചിരിക്കുന്ന മക്കള്, ആരും ഞങ്ങളുടെ പക്ഷത്തില്ല, കർത്താവ് പോലും കൈവിട്ട ജീവിതങ്ങളാണോന്ന് ചിന്തിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങള് കർത്താവേ, ഈ സമയം അങ്ങ് ഇടപെടണം. അങ്ങ് കൂടെയുള്ളത് കാണാൻ, അങ്ങ് കൂടെയുള്ളത് അറിയാൻ, വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ, കർത്താവ് പക്ഷത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ കൃപ നൽകണമേ യേശുവേ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ചേർന്ന് പാടി നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ. ആരാധന ആരാധന യേശുവേ. ആരാധന 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 യേശുവേ. ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.